ഈ ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ആലീസ് എന്നും പറഞ്ഞ ഒരു ലേഡി അവളുടെ മോട്ടൽ മുറിയിൽ താമസിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. ഇപ്പോ രാവിലെ 2 മണിയാണ് സമയം. അന്നേരം അവളുടെ ഹസ്ബൻഡ് എറിക് അവക്കൊരു കോൾ ചെയ്യുന്നു. അന്നേരം എറിക് അവളോട് പറയുന്നു, ഇന്ന് നമുക്ക് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനുള്ള അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് നീ മിസ് ചെയ്യാതെ വരണമെന്ന് പറയുന്നു. ആലീസ് ഒരു മെഡിക്കൽ കമ്പനിയിലെ സോഷ്യൽ മീഡിയ മാനേജർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു. അവൾ ആ രാത്രി മുഴുവനും ഒരു ഹോട്ടലിൽ എറിക്കിനെ അറിയാതെ ജോണുമായിട്ട് താമസിക്കുന്നു. ജോൺ വേറെ ആരുമല്ല, അവളുടെ കൊളീഗാണ്. പക്ഷെ എറിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. എറിക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ്. എന്നിട്ടും അവൾ അവളുടെ ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യുന്നു. ആ രാത്രി മുഴുവനും ജോണുമായിട്ട് താമസിച്ചിട്ട് അവര് രണ്ടുപേരും കാറും എടുത്തുകൊണ്ട് തിരികെ പോകാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ വഴിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിൽ പെട്രോൾ കുറവാണെന്ന് മനസ്സിലാക്കിയ ജോൺ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവൻ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ആലീസ് അടുത്തുള്ള കടയിലേക്ക് കയറി ചെല്ലുന്നു. ഇവിടെ ജോൺ ആണെങ്കിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ക്യാമറ കാറിന്റെ അടിയിൽ ആ പെട്രോൾ ലീക്ക് ആകുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ ഇതൊന്നും ജോൺ അറിയുന്നില്ല. അങ്ങനെ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജോൺ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു ബോർഡ് കാണുന്നു. ആ ബോർഡിൽ ഗോഡ് ഈസ് നോവെയർ എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് ആലീസിനെയാണ് കാണിക്കുന്നത്. ആലീസ് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം അതിന്റെ ബിൽ പേ ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് ചെല്ലുന്നു. കൗണ്ടറിൽ ആരുമില്ലാത്തത് കൊണ്ട് അവൾ ആ പൈസ എടുത്ത് ആ കൗണ്ടറിന്റെ മേളിൽ തന്നെ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നു. അന്നേരം പെട്ടെന്ന് അവിടെ ബ്ലഡ് കിടക്കുന്നത് അവൾ കാണുന്നു. എന്നിട്ട് അവൾ ഇവിടുന്ന് വേഗം ഇറങ്ങി പോകാം, രക്ഷപ്പെടാം എന്നോർത്ത് ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും അവളുടെ നേരെ ഒരു ബുള്ളറ്റ് വരുന്നു. അവൾ നിലത്ത് വീഴുന്നു. ബുള്ളറ്റുകൾ വിൻഡോസിൽ കൂടെ വരുന്നത് കണ്ടിട്ട് ആലീസ് പതുക്കെ താഴോട്ട് ഇരിക്കാൻ തുടങ്ങുന്നു. അവൾ ആരെങ്കിലും ഓടി വരാമോ, ഹെൽപ്പ് ചെയ്യാമോ എന്നും പറഞ്ഞ് ഒച്ചയിടാൻ തുടങ്ങുന്നു. പക്ഷേ അത് കേൾക്കാൻ തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ജോൺ ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. കാറിന്റെ അകത്ത് അവൻ മ്യൂസിക്കും കേട്ടോണ്ട് ആലീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേനും അവളുടെ നേരെ ഒരു ബുള്ളറ്റ് പറന്നു വരുന്നത് അവൾ കാണുന്നു. ഈ സമയത്താണ് അവൾ മനസ്സിലാക്കുന്നത് പുറത്തുള്ള ബിൽബോർഡിൽ ഒരു സ്നൈപ്പർ ഉണ്ടെന്നും ഇവൾ ഈ സ്റ്റോറിൽ ട്രാപ്പായി പോയെന്നും. അവളുടെ ഫോൺ എടുത്ത് ജോണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവൾ പയ്യെ ക്രോൾ ചെയ്തു പോകുന്നു. അവൾ അത് എടുക്കാൻ ചെന്നപ്പോഴത്തേനും ആ സ്നൈപ്പർ അതിനെ ഷൂട്ട് ചെയ്യുന്നു. ആലീസ് ചുറ്റും നോക്കിയപ്പോ അവൾ ഒരു ക്യാമറ സിസ്റ്റം കാണുന്നു. അതിൽ അവൾ മനസ്സിലാക്കുന്നു സ്റ്റോറിന് മറ്റൊരു എക്സിറ്റ് ഉണ്ടെന്ന്. സഡൻ ആയിട്ട് അവൾ ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കിയപ്പോ അത് സ്റ്റോറിന്റെ അകത്തുള്ള ഒരു വാക്കി ടോക്കിയിൽ നിന്നാണ് വരുന്നത്. ആലീസ് സ്നൈപ്പറിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പാക്കറ്റ് ചിപ്സ് ഓപ്പൺ ചെയ്ത് അത് എയറിലേക്ക് എറിഞ്ഞിടുന്നു. എന്നിട്ട് സ്പീഡിൽ ഓടിച്ചെന്ന് ആ വാക്കി ടോക്കി എടുത്ത് അവൾ അതിൽ സംസാരിക്കുന്നു. ആ വാക്കി ടോക്കിയിൽ അവളോട് സംസാരിക്കുന്ന ആ ആളിനോട് അവൾ ഇങ്ങനെ കുടുങ്ങിപ്പോയെന്നും പോലീസിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞും അവൾ അപേക്ഷിക്കുന്നു. അവളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ അവന്റെ വൈഫ് അമെലിയ ആ സ്റ്റോറിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ജോണിനെയാണ് കാണിക്കുന്നത്. അവൻ പെട്രോൾ അടിച്ചിട്ടും ടാങ്ക് എംപ്റ്റി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ടാങ്കിൽ ഏതാണ്ട് ലീക്കേജ് ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. സ്റ്റോറിന്റെ അകത്തേക്ക് പോയ ആലീസ് ഇതുവരെയും തിരിച്ചു വരാത്തത് കൊണ്ട് ഇത് എന്ത് പറ്റിയെന്ന് അവൻ ചിന്തിക്കുന്നു. എന്നിട്ട് അവൻ സ്റ്റോറിന്റെ അകത്തേക്ക് കയറി ചെല്ലാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആലീസ് അവിടെ ഒളിച്ചിരിക്കുന്നത് അവൻ കാണുന്നു. അന്നേരത്തേനും സ്നൈപ്പർ അവന്റെ നേരെ ഷൂട്ട് ചെയ്യുന്നു. അവൻ താഴെ വീഴുന്നു. അവൻ ആലീസിനെ ഹെൽപ്പിന് വിളിക്കുന്നു. അന്നേരത്തേനും സ്നൈപ്പർ ഒന്നുകൂടെ അവനെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ജോൺ അവിടെ മരിക്കുന്നു. ആലീസിന് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവള് പെട്ടെന്ന് ഒരു മോപ്പ് എടുത്ത് ആ വാക്കി ടോക്കി അവളുടെ അടുത്തേക്ക് വലിച്ചിട്ട് ആ വാക്കി ടോക്കിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനോട് ഈ സ്റ്റോറിന്റെ അകത്ത് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ പറയുന്നു. പക്ഷെ അവന്റെ വൈഫ് അമിലിയനെ കുറിച്ചാണ് അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആലീസ് പറയുന്നു ഇവിടെ അങ്ങനെ ആരുമില്ലെന്ന്. അന്നേരം ആ മനുഷ്യൻ പറയുന്നു, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവര് വിത്തിൻ 15 മിനിറ്റ്സ് അങ്ങോട്ട് എത്തുമെന്ന് പറയുന്നു. എന്നിട്ട് ആ മനുഷ്യൻ ചിരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ആലീസ് മനസ്സിലാക്കുന്ന ഇത്രയും സമയം അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ സ്നൈപ്പറുമായിട്ടാണെന്ന്. അവക്കിപ്പോ എന്ത് ചെയ്യണമെന്നൊന്നും പിടികിട്ടുന്നില്ല. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, നീ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഞാനിപ്പോ ആ സ്റ്റോറിന്റെ ഉള്ളിലേക്ക് കയറി വരുമെന്ന് പറയുന്നു. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ആലീസ് ചുറ്റും നോക്കുന്നു. ചുമരിൽ ഒരു കൂട്ടം സ്വിച്ചുകൾ അവൾ കാണുന്നു. ലൈറ്റുകൾ ഓഫ് ആക്കിയാൽ സ്നൈപ്പറിന് അവളെ കാണാൻ കഴിയൂല്ലെന്നും രക്ഷപ്പെടാൻ ഇതാണ് മാർഗമെന്നും അവൾ കരുതുന്നു. എന്നിട്ട് അവൾ സ്വിച്ചുകളിലേക്ക് കുറച്ച് തിങ്സ് എടുത്ത് എറിയാൻ ശ്രമിക്കുന്നു. അവൾ ഒരു ഷെൽഫിന്റെ പുറകിലാണ് ഒളിച്ചിരിക്കുന്നത്. ഇപ്പോഴാണ് അവൾ കാണുന്നത് ആ ഷെൽഫിന് ചക്രങ്ങളുള്ളത്. സ്നൈപ്പർ അവളെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവൾ അത് മുൻ
മുന്നോട്ട് നീക്കി അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് അവൾ ചാടി പുറത്ത് വന്ന് ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നു. കുറച്ച് മിനിറ്റുകൾ ശേഷം ആലീസ് ആ റേഡിയോയിൽ മറ്റാരെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അത് വീണ്ടും സ്നൈപ്പറിലേക്ക് തന്നെ പോകുന്നു. കോൾ എടുത്ത് സ്നൈപ്പർ അവളോട് ഇവിടെ നീയും ഞാനും എന്റെ വൈഫായ അമിലിയയും മാത്രമേ ഇവിടെയുള്ളെന്ന് പറയുന്നു. ആലീസ് പയ്യെ കടയിലൂടെ ഇഴഞ്ഞു പോയപ്പോ അവിടെ അമലിയ കിടക്കുന്നത് കാണുന്നു. പക്ഷെ അവൾ നോക്കിയപ്പോ അമലിയ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അന്നേരം സ്നൈപ്പർ അവളോട് തന്റെ ഭാര്യ ഇത്രയും നാളും അവനെ ചതിക്കുമായിരുന്നു, അതുകൊണ്ടാണ് സ്നൈപ്പർ അവളെ കൊന്നതെന്ന് പറയുന്നു. ഇത് കേട്ട ആലീസ് അവളും അവളുടെ ഭർത്താവിനെ ഇത്രയും നാള് ചതിക്കുമായിരുന്നല്ലോ എന്നോർത്ത് അവളും ഭയപ്പെടാൻ തുടങ്ങുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആലീസ് ഗ്യാസ് സ്റ്റേഷനിലേക്ക് ഒരു കാർ ഓടിച്ചു വരുന്നത് കാണുന്നു. ഇപ്പൊ ഡഗ് എന്നാണ് ഈ ആളുടെ പേര്. ഇവൻ തന്റെ കാമുകിയായ അമലിയയെ അന്വേഷിച്ചാണ് കടയിലേക്ക് വരുന്നത്. ആലീസ് പെട്ടെന്ന് അവനോട് താഴെ ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് ഇവിടെ സ്നൈപ്പർ ഉണ്ടെന്നും വേഗം പോലീസിനെ വിളിക്കാനും അവനോട് പറയുന്നു. ഡഗ് ആണെങ്കിൽ ഫോൺ കാറിൽ വെച്ചിട്ട് വന്നെന്ന് അവളോട് പറയുന്നു. എന്നിട്ട് ഡഗിനോട് അവൾ അമലിയനെ അവളുടെ ഭർത്താവ് മർഡർ ചെയ്തിട്ടിരിക്കുവാണെന്ന് പറയുന്നു. പക്ഷേ ഡഗ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ആരാണ് കൊന്നതെന്ന് ചോദിച്ചപ്പോ അവളുടെ ഹസ്ബൻഡ് ആണ് അവളെ കൊന്നതെന്ന് പറയുന്നു. അന്നേരം അതിന് ഡഗ് ഇല്ല, അവള് അൺമാരീഡ് ആണെന്ന് പറയുന്നു. ഡഗ് കടയ്ക്കകത്ത് കേറിയ പിന്നെ സ്നൈപ്പർ വെടിവെക്കാത്തത് കൊണ്ട് ആലീസിന് ഡഗിന്റെ മേളില് ഡൗട്ട് വരാൻ തുടങ്ങുന്നു. പക്ഷെ ഡഗ് ഞാൻ കൊലയാളിയൊന്നുമല്ലെന്ന് പറയുന്നു. ഞാനും അമേലിയയും ഒന്നിച്ച് രാത്രി ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളെ കാണാൻ വേണ്ടിട്ട് വന്നത് എന്ന് പറയുന്നു. പക്ഷെ ആലീസിന് അതൊന്നും വിശ്വാസമാകുന്നില്ലെങ്കിലും അവനോട് അവൾ നിന്റെ ഫോൺ ഒന്ന് കാറിൽ നിന്ന് ചെന്ന് എടുത്തോണ്ട് വാ, ഞാൻ പരമാവധി സ്നൈപ്പറിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം എന്ന് പറയുന്നു. ഡഗിന് ഇവളുടെ പ്ലാൻ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഡഗിന് അവളുടെ പ്ലാനിനെ കുറിച്ച് ഉറപ്പൊന്നുമില്ല. പക്ഷെ അവള് പറയുന്നു ഇതാണ് രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്ന്. അതുകൊണ്ട് അവൻ മനസ്സില്ലാ മനസ്സോടുകൂടി സമ്മതിക്കുന്നു. ഡഗ് കാറിലേക്ക് പോകുന്നു. പക്ഷെ ഫോൺ എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഡഗിന്റെ തലയിൽ തന്നെ വെടിവെക്കുന്നു. ഇത് കണ്ടോണ്ടിരുന്ന ആലീസിന് ഒത്തിരി വിഷമം തോന്നുന്നു. ഇപ്പൊ വീണ്ടും ആലീസ് ഒറ്റയ്ക്കാണ്. ഈ സമയത്താണെങ്കിൽ സ്നൈപ്പർ അവളെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുന്നു. നീയാണ് ഡഗ് മരിക്കാൻ കാരണം, അവനെ നീ ഒരു സൂസൈഡ് മിഷനായിട്ട് പുറത്തേക്ക് അയച്ചത്, അവൻ നീ കാരണമാണ് മരിച്ചത് എന്നൊക്കെ അവളോട് പറയുന്നു. എന്നിട്ട് ആലീസിനോട് നീ നേരത്തെ ഒരു മെഡിക്കൽ കൺവെൻഷൻ അറ്റൻഡ് ചെയ്തായിരുന്നുവല്ലേ എന്ന് ചോദിക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിന് അഫക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ നിങ്ങൾ ഉണ്ടാക്കുന്നവരല്ലേ എന്നും ചോദിക്കുന്നു. അതിനവള് ഞാനൊരു സോഷ്യൽ മീഡിയ മാനേജർ മാത്രമാണ്, മരുന്നുകളൊക്കെ ഞാനല്ല ഉണ്ടാക്കുന്നത്, അതൊക്കെ എന്റെ കമ്പനിക്കാരാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു. അതിന് സ്നൈപ്പർ ഉണ്ടാക്കുന്നത് അവരായിരിക്കാം, പക്ഷെ ആ മരുന്നുകൾ ഏറ്റവും നല്ല മരുന്നുകളാണ്, ബെസ്റ്റ് മരുന്നാണെന്നും പറഞ്ഞ് അഡ്വർടൈസ് ചെയ്ത് അത് വിൽക്കുന്ന പണി നീയല്ലേ ചെയ്യുന്നത്, നീ കാരണം എത്ര മനുഷ്യന്മാരുടെ ജീവിതമാണ് അപകടത്തിലുള്ളതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആലീസിനോട് നീ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, നിന്റെ ഓഫീസിൽ നിനക്ക് ടോപ്പ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ നീ സെക്ഷുവലി അസാൾട്ട് ചെയ്തെന്നും പറഞ്ഞ് ആ മനുഷ്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ മനുഷ്യനാണെങ്കിൽ ജോലി ഇല്ലാത്തത് കൊണ്ട് സിക്കായിട്ടുള്ള അവന്റെ മകളെ നോക്കാൻ കഴിയാതെ അവൻ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ സ്നൈപ്പർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ കൗണ്ടറിന്റെ അടുത്ത് കുറച്ച് കൊടകൾ ഇരിക്കുന്നത് കാണുന്നു. എന്നിട്ട് അവൾ ആ കൊടകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ജനലിന്റെ മുന്നിൽ കുറച്ച് കൊടകൾ മറയായിട്ട് വിരിക്കുന്നു. പക്ഷെ സ്നൈപ്പർ ഇത് കണ്ട ഉടനെ ഗ്ലാസ്സിലൂടെ വെടിവെക്കാൻ തുടങ്ങുന്നു. ആലീസ് എങ്ങനെയോ രക്ഷപ്പെട്ട് മറ്റൊരു വാതിലിൽ കൂടി പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അത് പൂട്ടിയിരിക്കുന്നു. അവൾ ആ ലോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവളെ കൊണ്ട് അത് പറ്റുന്നില്ല. അവൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എടുത്ത് ആ ലോക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അതും അവൾക്ക് സാധിക്കുന്നില്ല. അടുത്തതായിട്ട് ഒരു മനുഷ്യൻ ഗ്യാസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഇവൾ കാണുന്നു. ആ മനുഷ്യന്റെ കാർഡ് ഡിക്ലൈൻ ആയതുകൊണ്ട് ആ മനുഷ്യൻ ഗ്യാസ് ഫിൽ ചെയ്യാതെ പോകുന്നു. ഇത്രയും സമയം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആ മനുഷ്യൻ അറിയാത്തത് കൊണ്ട് ആ മനുഷ്യനെ സ്നൈപ്പർ ജീവനോടെ വിടുന്നു. ഇപ്പൊ ആലീസ് ആ സ്നൈപ്പറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു അവളെ പോകാൻ അനുവദിക്കണമെന്നും അവക്ക് ഗർഭം ധരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് അവളുടെ മാരേജ് ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവൾ പറയുന്നു. അത് കേട്ടിട്ട് സ്നൈപ്പർ ഇത്രയും നാളെ നിന്റെ ഭർത്താവിനെ ചതിക്കുകയല്ലായിരുന്നോ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നു. എന്നിട്ട് അവൾ ഒരു ചവറാണെന്നും അവളില്ലാതെ ഈ ലോകം സന്തോഷിക്കുമെന്നും അവളോട് അവൻ പറയുന്നു. പെട്ടെന്ന് ദൂരെ നീല വെളിച്ചങ്ങൾ ആലീസ് കാണുന്നു. ഒരു പോലീസ് കാർ ഉയർന്ന വേഗത്തിൽ ഗ്യാസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ആലീസ് ആണെങ്കിൽ അവരിവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവരാണെങ്കിൽ ആ ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്താതെ പോകുന്നു. ഈ സമയത്തിന് രക്ഷപ്പെടാനുള്ള അവസരമായിട്ട് ആലീസ് കാണുന്നു.
അവൾ ജോണിന്റെ കാറിലേക്ക് ഓടുന്നു. അവൾ എവിടെയാണെന്ന് സ്നൈപ്പർ ആവർത്തിച്ചു ചോദിക്കുന്നു. പക്ഷെ അവൾ കാറിൽ കയറാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളെ കാണുകയും നേരെ വെടിവെക്കാൻ ഉയർത്തുകയും ചെയ്യുന്നു. ബുള്ളറ്റുകൾ വരുന്നത് കണ്ടിട്ട് ആലീസ് പേടിച്ചിട്ട് കടയ്ക്കുള്ളിലേക്ക് തന്നെ ഓടിച്ചെന്ന് കയറുന്നു. ഈ സമയത്താണെങ്കിൽ ആ വെടി അവളുടെ തൊടയിലാണ് ഏറ്റത്. ആലീസ് അവിടെ ബോധം കെട്ടു പോകുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ഉണർന്ന് ഒരു ടേപ്പ് എടുത്ത് അവളുടെ കാലിലെ മുറിവുകളൊക്കെ കെട്ടുന്നു. ഈ സമയമെല്ലാം മനുഷ്യത്വം എത്ര മോശമായിരിക്കുന്നുവെന്ന് സ്നൈപ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മുറിവുകളൊക്കെ കെട്ടിയ ശേഷം അവൾ കടയിലൂടെ നോക്കിയപ്പോൾ ഹെൻറി എന്നുള്ള ഒരു പേരില് ഒരു യൂണിഫോം കിടക്കുന്നത് അവൾ കാണുന്നു. കുറച്ചു ദിവസത്തിന് മുമ്പാണ് ഈ ഹെൻറിനെ, ഈ കടയിൽ ജോലി ചെയ്യുന്ന ഈ പയ്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. പക്ഷെ അവന്റെ കുറച്ച് തിങ്സും അവന്റെ ഫോട്ടോയും ഒക്കെ അതിന്റെ അകത്ത് ഇരിക്കുന്നത് അവൾ കാണുന്നു. എന്നിട്ട് വീണ്ടും ആലീസ് ആ ലോക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അന്നേരം അവളുടെ കയ്യിൽ മുറിവേൽക്കുന്നു. ഇപ്പാണെങ്കിൽ ആലീസിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് ആ വാക്കി ടോക്കി എടുത്ത് അവൾ ആ സ്നൈപ്പറിന്റെ നേരെ അവളുടെ ദേഷ്യം തീർക്കുന്നു. തന്റെ പ്രശ്നം പരിഹരിക്കാൻ അവളെ കൊല്ലുന്നത് മാത്രം സൊല്യൂഷൻ അല്ല എന്നും അവൾ പറയുന്നു. ആ സ്നൈപ്പറിന്റെ പേര് ഹെൻറി ആണെന്ന് അവൾ വിചാരിച്ചിട്ട് ആ പേര് പറഞ്ഞ് അവൾ സംസാരിക്കുന്നു. സ്നൈപ്പർ ആണെങ്കിൽ തിരിച്ച് ഹെൻറി ആരാണെന്ന് ചോദിക്കുന്നു. ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഓൾഡ് കപ്പിൾ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരുന്നു. അവിടെ ഡഗിന്റെ ശരീരം കിടക്കുന്ന കണ്ട് ആ മനുഷ്യൻ ഭയന്ന് കാറിലേക്ക് കയറാൻ വേണ്ടിട്ട് വരുന്നു. അന്നേരത്തേനും അവനെയും ഷൂട്ട് ചെയ്യുന്നു. ആ മനുഷ്യന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വൈഫ് ഇറങ്ങി വന്നപ്പോഴത്തേനും വൈഫിനെയും ഷൂട്ട് ചെയ്യുന്നു. ഭർത്താവ് അവളുടെ അടുത്തേക്ക് ഇഴയാൻ ശ്രമിക്കുന്നു. പക്ഷെ അവസാന വെടിയുണ്ടയോടെ അവരും മരിക്കുന്നു. ഇപ്പൊ സ്നൈപ്പർ ആലീസിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും തിന്മയുടെ ജീനാണ് പങ്കിടുന്നത്, അവൾ അത് തന്റെ കുട്ടിക്ക് കൈമാറുമെന്നും പറയുന്നു. ആലീസ് അതിന് തങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ഈ ലോകത്ത് കഷ്ടപ്പെടേണ്ടി വരാതിരിക്കാനാണ് അവൾ കുട്ടികൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. ഇങ്ങനെ നിന്നെ പോലെ ഇരുട്ടത്തൊളിച്ചിരുന്നിട്ട് ഇന്നസെന്റ് പീപ്പിളെ കൊല്ലുന്ന സൈക്കോ പോലെ എന്റെ കുട്ടികൾ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങൾ എനിക്ക് ഈ ലോകത്തിൽ ആവശ്യമില്ല എന്ന് അവളും പറയുന്നു. ഇങ്ങനെ ആലീസ് അവനോട് വഴക്കിട്ടോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ പെൺകുട്ടീനെ കാണുന്നു. ആലീസ് അവനോട് ആ കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറയുന്നു. പക്ഷെ അവൻ ചോദിക്കുന്നു, അവക്ക് പകരം നീ മരിക്കാമോ എന്ന് ചോദിക്കുന്നു. അതിന് ആലീസ് ഞാൻ മരിച്ചോളാം എന്ന് പറയുന്നു. അന്ന് നിനക്ക് ഞാൻ 2 മിനിറ്റ്സേ ടൈം തരുവുള്ളൂ, അതിനു മുന്നേ നീ ആ പെണ്ണിനെ രക്ഷിച്ച് ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് കൊണ്ടുപോക്കോ എന്ന് പറയുന്നു. എന്നിട്ട് ആ കൊച്ചിനോട് വേഗം അവിടുന്ന് ഓടാൻ പറഞ്ഞ് ഇവൾ ആക്ഷൻ കാണിക്കുന്നു. പക്ഷെ ആ കുഞ്ഞ് പേടിച്ചിട്ട് അവളുടെ അടുത്തേക്ക് തന്നെ ഓടി വരുന്നു. ആലീസ് ഓടിച്ചെന്ന് അവിടെ ഇരിക്കുന്ന ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ആ ലോക്ക് ബ്രേക്ക് ചെയ്ത് അവൾ പുറത്തേക്ക് ഓടാനായിട്ട് ചെന്നപ്പോൾ അവളുടെ മുമ്പിൽ ഒരു ഷട്ടർ ഇരിക്കുന്നത് കാണുന്നു. ആലീസ് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നു ആ സ്നൈപ്പറിനെ ഫേസ് ചെയ്യുന്നതല്ലാതെ വേറെ ചോയ്സ് അവൾക്ക് ഇല്ലെന്ന്. അതുകൊണ്ട് ആ കുഞ്ഞിനെ അവൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുത്തുന്നു. അവളെ അന്വേഷിച്ച് സ്നൈപ്പർ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും അവള് സ്നൈപ്പറിന്റെ പുറകിലൂടെ വന്നിട്ട് അവൻ അറിയാതെ ഒരു റോഡ് എടുത്ത് അവന്റെ പുറകിൽ നിന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. ആലീസിനെ അടിച്ച് അവൻ താഴെ വീഴ്ത്തിയിട്ട് ആ കൊച്ചിനെ അന്വേഷിച്ച് അവൻ പോകുന്നു. എന്നിട്ട് അവന്റെ മാസ്ക് റിമൂവ് ചെയ്ത് അവൻ ആരാന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടി അവൻ ട്രൈ ചെയ്തപ്പോഴത്തേനും ആലീസ് പുറകിൽ നിന്ന് ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷർ എടുത്ത് അവന്റെ തലക്കിട്ടടിച്ച് അവനെ അവിടെ വീഴ്ത്തുന്നു. എന്നിട്ട് ആലീസ് അവനെ വലിച്ചുകൊണ്ട് പോയി ഒരു ഹൈഡ്രോളിക് പ്രസ്സിലേക്ക് ഇടുന്നു. അവൻ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ മാസ്ക് റിമൂവ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും ആ ഹൈഡ്രോളിക് പ്രസ് അവന്റെ സ്കള്ളിനെ ക്രഷ് ചെയ്യുന്നു. അവന്റെ സ്കൾ ക്രഷ് ആയത് കണ്ട് ആലീസ് ഷോക്ക് ആകുന്നു. ആ സ്നൈപ്പറിന്റെ മോട്ടീവ് എന്താണ്, അവൻ ആരാണെന്ന് അവന്റെ ഫേസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഷോക്കായിട്ട് കരയാൻ തുടങ്ങുന്നു. ദേഹം മുഴുവനും ബ്ലീഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവളെ കൊണ്ട് എണീക്കാൻ പറ്റൂല്ലാതെ അവൾ ഒരു സൈഡിലേക്ക് ചെന്നിരിക്കുന്നു. ഈ പെൺകുട്ടി മുഴുവൻ സമയം നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പുലർച്ചെയാണ്. ആ കുഞ്ഞ് പുറത്തേക്ക് ഓടുന്നു. എന്നിട്ട് അവിടെ ആരെയും കാണാത്ത കൊണ്ട് അവൾ ചുറ്റും നോക്കുന്നു. ആരുമില്ലാതെ അവൾ ഒറ്റയ്ക്ക് ദൂരത്തേക്ക് നടക്കുന്നു. ഇങ്ങനെ ഇവിടെ ഈ സിനിമ അവസാനിക്കുന്നു.